മാളൂസ് മോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളമായി ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. ഞാനൊരു വീടിൻ്റെ പണിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ ഒതുങ്ങി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാൻ. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുകയും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഇളയ മോനായിരുന്നു. പുള്ളി പഠിക്കാനായിട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതും ഒരു കാരണമാണ്. ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ കോഴിക്കാഷ്ടം എളുപ്പത്തിൽ കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടാൻ ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് ആക്കി എടുക്കാം. ഒന്ന് നിലത്താണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരു നിലം പൊങ്ങിയ മണ്ണ് ഇച്ചിരി പൊക്കി ഇടണം. അതായത് പൊങ്ങി കിടക്കുന്ന ഈ മഴക്കാലമായതുകൊണ്ട് ഈ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആയി വരാൻ താമസം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ വക്കറ്റ്, നമുക്ക് കുറച്ച് കാഷ്ടമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് വക്കറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാം. കൂടുതൽ നമ്മൾ കോഴി ഫാമിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കോഴിക്കടലൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ ഒരു വീപ്പ തയ്യാറാക്കിയിട്ട് വീപ്പയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്കിത് കമ്പോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം ഞാനിത് നിലത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യമായിട്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ആക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഈ മരുന്നാണ്. ഇതിൻ്റെ പേര് EM സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് മുഴുവൻ ബാക്ടീരിയകളാണ്. ഇത് തികച്ചും ജൈവമാണ്. അപ്പോൾ ഇത് യാതൊരു വിഷമൊന്നും ഉള്ള സാധനമല്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കോഴിക്കാഷ്ടം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു ലെയർ ഇട്ട് കഴിയുമ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു 400 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തളിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലാണ്. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ല. അത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കൂടുമ്പം രണ്ടാം പക്കം 1 ലിറ്റർ വെള്ളത്തിൽ 200 മില്ലി എടുത്തിട്ട് ലയിപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് തളിച്ചു കൊടുക്കാം. നമുക്ക് കോഴിക്കാഷ്ടത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ കൂടുതൽ തളിച്ചു കൊടുത്താൽ മതി. കുറച്ചൊക്കെ ഉള്ളത് അതനുസരിച്ച്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് 500 മില്ലിയുടെ ഒരു കുപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1.25 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്ത് ഇത് 500 മില്ലി അങ്ങ് ഒഴിക്കുക. 1 ലിറ്ററിന് 400 മില്ലി മതി. ഇത് 500 മില്ലി ഉള്ളതുകൊണ്ട് 1.25 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഇതിൻ്റെ അകത്തോട് ഒഴിക്കുക. നമുക്ക് കൈക്ക് തളിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഏറെ വേണ്ടി വരും. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ല. ആദ്യം നമ്മൾ കുറച്ച് തളിച്ചു കൊടുത്തിട്ട് കൈക്ക് തളിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. സ്പ്രേ ചെയ്തുകൊണ്ടാണ് അധികം ആകത്തില്ല, കുറച്ചേ ആവുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്യാനും കൂടി എടുക്കാം. ഇനി നമുക്ക് കോഴിക്കാഷ്ടം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 70 ആക്കിൻ്റെ 4 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാനിവിടെ അടുത്തൊരു കോഴി വളർത്തുന്ന നിലത്താണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കോഴിയൊക്കെ ഉള്ള നമുക്ക് അന്നന്ന് കിട്ടുന്ന ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഒന്നിച്ച് ഇടുവോ അല്ലെങ്കിൽ അന്നെന്നുള്ളത് എടുത്ത് നമുക്ക് നമ്മൾ ഇടുന്നതനുസരിച്ച് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മരുന്ന് തളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്മെല്ലുകളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളിപ്പം നമ്മുടെ കോഴിക്കൂട്ടി വീഴുമ്പോഴത്തേക്കും കോഴിക്കൂടിൻ്റെ അടിയൊക്കെ കാഷ്ടം വീണ് കിടക്കുന്നിടത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു മണവും ഉണ്ടാകത്തില്ല. നമ്മൾ ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ ക്ലീനാക്കി ഒരാഴ്ച കൂടുമ്പോൾ വാരിയെടുത്ത് ഇങ്ങനെ ഇട്ടാച്ചാൽ മതി. അല്ലെങ്കിൽ അന്നൊന്നൊന്ന് നമുക്ക് എടുത്തിടാം. നമുക്ക് ഈ മരുന്ന് വെളിച്ച് കഴിഞ്ഞാൽ ഒരു മണവും ഉണ്ടാകത്തില്ല. അപ്പം നമുക്കത് നിരത്തിയിടാം. അപ്പം ഞാനതൊന്ന് തളിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇടുമ്പോൾ തന്നെ കൈക്കൊന്ന് തളിച്ചു കൊടുക്കണം, എല്ലാവരും നനയുന്ന രീതി. അത് കഴിഞ്ഞ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന മണങ്ങളെല്ലാം മാറിപ്പോക്കോളും. അപ്പം നമുക്കിങ്ങനെ സ്ഥലത്ത് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് ബക്കറ്റിൻ്റെ അകത്തോ വീപ്പയ്ക്കകത്തോ ചെയ്യാം. നമുക്കിപ്പം ഒറ്റത്തവണ നമുക്ക് ഒരു 3-4 ചാക്ക് കോഴിക്കാഷ്ടം എടുത്ത് ഇടുവാണെങ്കിൽ നമുക്കൊരു 15-20 ദിവസം കൊണ്ട് നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായിട്ട് മാറും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അന്നന്ന് കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഇടുവാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ഓരോ ലെയർ ഇടുമ്പോൾ കുറേശ്ശെ ഈ EM സൊല്യൂഷൻ തളിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം നമ്മൾ ഒരു 20 ദിവസം വരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നന്ന് ഇടുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു 15 ദിവസം കൂടെ അതങ്ങ് നിലത്താണെങ്കിൽ മൂടി ഇടുക, അല്ലെങ്കിൽ ബക്കറ്റത്താണെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട്
അടുത്ത വേറൊരു ബക്കറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് തളിച്ച് കൊടുത്തേച്ചാൽ മതി. 2 ദിവസം കൂടും, 2 ദിവസം കൂടെ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ബക്കറ്റിനകത്ത് പിന്നെ ഒരു 15 ദിവസം കൂടെ വെച്ചേക്കണം, അന്നേരം അത് കമ്പോസ്റ്റ് ആവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡെയിലി ഇടുന്നതുകൊണ്ട്, ഒറ്റ തവണ ഇടുവാണെങ്കിൽ നമ്മൾ 15-20 ദിവസം കൊണ്ട് നമുക്കത് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അല്ല നമ്മൾ ഡെയിലി നമ്മൾ അന്നേരം വരുന്ന കോഴിക്കാഷ്ടം കൊണ്ട് ഇടുവാണെങ്കിൽ നമ്മൾ ഒരു 15-20 ദിവസം കഴിയുമ്പം പിന്നെ ആ അടച്ചു വെച്ച ബക്കറ്റ് ഒരു 15 ദിവസം കൂടെ വെക്കണം. അന്നേരത്തേന് ഇത് നല്ല കമ്പോസ്റ്റായിട്ട് മാറും. ഇനി നമുക്ക് ഇപ്പം ഞാൻ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ EM സൊല്യൂഷൻ തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കൂടെ ഇടാം. ഇപ്പം ഞാൻ ഒരു ലെയർ കൂടെ ഇടുക. അപ്പം നമുക്ക് വല്ല കോഴി ഫാമിൽ നിന്നല്ല, കോഴി വളർത്തുന്നവിടെ നിന്നൊക്കെ കൂടുതൽ കോഴിക്കാഷ്ടം കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ ഒരു വീപ്പ എടുക്കുക, 2 വീപ്പ എടുക്കുകയാണ് നല്ലതാണ്. ഒരു വീപ്പ നിറച്ചും കുറച്ചങ്ങ് ഇട്ടിട്ട് കുറച്ച് സൊല്യൂഷൻ തളിച്ച് അങ്ങനെ ലെയറായി ഇട്ട് ഒറ്റ വീപ്പ നിറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 15-20 ദിവസം അത് നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായിട്ട് മാറും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നൊന്ന് ഇടുകയാണെങ്കിൽ 20 ദിവസം കഴിയുമ്പം അതങ്ങ് അടച്ചു വെച്ചേക്കണം. അടച്ചു കഴിഞ്ഞ് ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അത് തുറന്ന് നമുക്ക് കമ്പോസ്റ്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത പിന്നെ നിറഞ്ഞിരിക്കുന്ന വീപ്പ അങ്ങ് മാറ്റി വെച്ചു, അടുത്ത വീപ്പയെ നിറച്ച് വെക്കാം, നിറച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടെ തളിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഇത് കൈക്ക് ഒഴിക്കുമായിരുന്നു, ഇതിപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുക. കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാതിരിക്കും. ഇനി നമുക്കിത് മൂടിയിടണം. ഇപ്പം മഴക്കാലമായതുകൊണ്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടി ഇതിൻ്റെ അകത്ത് കുഴഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു വരാൻ ഒരുപാട് താമസം എടുക്കും. തോർന്നിരിക്കണം, അതായത് വെള്ളം കിടക്കാൻ പാടില്ല. അപ്പം നമ്മളിത് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാനിത് നമുക്കൊരു 10-20 ദിവസം കഴിയുമ്പോൾ കമ്പോസ്റ്റ് ആയി മാറും. ഇനിയിപ്പോൾ നമ്മളിനി നാളെ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൊണ്ട് ഇടുവാണെങ്കിൽ നമ്മൾ ഇത് പോണക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ 1 ലിറ്റർ വെള്ളത്തിൽ 200 മില്ലി, ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ 200 മില്ലി എടുത്തേച്ചാൽ 1 ലിറ്റർ വെള്ളത്തിന്. ഇപ്പം നമ്മൾ 400 മില്ലി എടുത്തിരിക്കുന്നത് ആദ്യം ആഡ് ചെയ്തപ്പോൾ. ഇനി 200 മില്ലി വെച്ച് 1 ലിറ്റർ വെള്ളത്തിന് നമുക്ക് ആവശ്യത്തിന്, ഇനി 1 ലിറ്റർ വെള്ളം മതിയെങ്കിൽ 200 മില്ലി. അതിൽ കൂടുതൽ ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എടുത്തേച്ചാൽ മതി. ഇനി ഇതൊന്ന് മൂടിയിടണം. നമ്മളിങ്ങനെ വല്ല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ തന്നെ ഷീറ്റോ എന്തെങ്കിലും ഇട്ട് മൂടിയിടണം. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് പോണെങ്കിൽ മൂടി ഇട്ടാച്ചാൽ മതി, അപ്പോൾ മഴവെള്ളം വീഴാതെ. അപ്പോൾ നമ്മൾ മൂടിയിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇടുന്നെങ്കിൽ ഈ കാറ്റത്ത് പറന്ന് പോകാതെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന് സൈഡ് വഴി എന്തെങ്കിലും ഇച്ചിരി വെയിറ്റുള്ള സാധനം എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി. അപ്പം 4 മൂലയ്ക്കും അപ്പോൾ പറന്ന് പോകാതിരുന്നുള്ളൂ. അല്ലെങ്കിൽ പറന്ന് പോയി കഴിഞ്ഞാൽ കാറ്റടിച്ച് പറന്ന് പോയി കഴിഞ്ഞാൽ നനയും. ഇപ്പം ഞാൻ ഇതിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2 ദിവസം കഴിയുമ്പം ഈ EM സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ലെയറായിട്ട് ഇപ്പോൾ ഇത് ഇടുന്നില്ല. ഇതെനിക്ക് 15-20 ദിവസം കഴിയുമ്പോഴത്തേന് നല്ല കമ്പോസ്റ്റായിട്ട് മാറും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അന്നൊന്നും ഇടണമെങ്കിൽ നമുക്കായിരുന്നു കോഴിക്കൂട്ടി കിട്ടുന്ന കുറേശ്ശെ നമ്മൾ 5-8 കോഴിയൊക്കെ ഉള്ളെങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നന്ന് വരുന്ന വേണമെങ്കിൽ നമുക്ക് വൃത്തിയാക്കി നമുക്ക് ഇതിൻ്റെ മോളി ഇടാം. അപ്പം ഇട്ടിട്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേശ്ശെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 400 മില്ലിയാണ് എടുക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ. പിന്നെ 2 ദിവസം കൂടുമ്പം 200 മില്ലി കണക്കാക്കി ഈ EM സൊല്യൂഷൻ 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചാൽ മതി. അങ്ങനെ ഒരു 15 ദിവസം ചെയ്ത് കഴിയുമ്പോൾ 20-ആം പൊക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അത് വളമായി മാറിക്കഴിയും. അപ്പം ഞാൻ ഒരു 20 ദിവസം കഴിഞ്ഞ് കോഴിക്കാഷ്ടം കമ്പോസ്റ്റായി മാറിയത് കണ്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് പൊടിയും, നല്ല ചാണകം പോലെ ഇരിക്കുന്നുണ്ടോ, ചാണാപ്പൊടി പോലെ ഇങ്ങനെയായിട്ട് വരും. നന്നായിട്ട് ചാണകം പോലെ കറുത്ത് വരും. നമുക്കൊരു 20 ദിവസം 15 ദിവസം കൊണ്ടൊക്കെ ആകും. പക്ഷേ 20 ദിവസം ആകുമ്പോൾ നന്നായിട്ട് ഇത് കമ്പോസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇവിടെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കാഷ്ടം എളുപ്പത്തിൽ കമ്പോസ്റ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ഒരു ജൈവവളമാണ് കോഴിക്കാഷ്ടം. അത് കമ്പോസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല വിളവും കിട്ടും നമ്മുടെ കൃഷിക്കൊക്കെ. പ്രത്യേകിച്ച് നമുക്ക് വെളിയിൽ നിന്നൊരു വളം തന്നെ മേടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.